Hello friends, welcome to the channel. അപ്പോൾ നമ്മൾ നമ്മുടെ ഫെഡറൽ ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡിനെ കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫെഡറൽ ബാങ്കിന് ഓൾറെഡി 4 ക്രെഡിറ്റ് കാർഡ്സുകൾ ഉണ്ട്. അതിൽ 3 വിസ നെറ്റ്വർക്കിൽ വരുന്നതും ഒരെണ്ണം നമുക്ക് റൂപേ പ്ലാറ്റ്ഫോമിൽ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ റീസെന്റ് കുറച്ച് കാലം മുമ്പ് തന്നെ ഫെഡറൽ ബാങ്ക് അവരെല്ലാ ക്രെഡിറ്റ് കാർഡുകളും ലൈഫ് ടൈം ഫ്രീ ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് എടുക്കാവുന്ന ഒരു ക്രെഡിറ്റ് കാർഡ് എന്ന് പറയാം. ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വലിയ കാര്യമൊന്നുമില്ലാത്ത ബെനിഫിറ്റ് സംഭവങ്ങളൊക്കെ ഒരു ആവറേജ് കാർഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷേ ചില കാർഡുകൾക്ക് ഇതിൽ നമുക്ക് എയർപോർട്ട് ലോഞ്ചസും സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു ലൈഫ് ടൈം ഫ്രീ കാർഡിൽ എയർപോർട്ട് ലോഞ്ചസ് കിട്ടുക എന്ന് പറയുമ്പോൾ നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ എന്തായാലും ഞാൻ അതിന്റെ ഫുൾ ഡീറ്റെയിൽസും സംഭവങ്ങളൊക്കെ പറയാട്ടാ. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ റീസെന്റ് നമ്മൾ ഇന്നലത്തെ നിങ്ങൾ വീഡിയോ കണ്ടിട്ടായിരിക്കും നമ്മുടെ RBI ഫെഡറൽ ബാങ്കിന്റെ ബാഞ്ച് ഉണ്ടായിരുന്നു. അതായത് അവരുടെ കോബറിന്റെ ക്രെഡിറ്റ് കാർഡുകൾ സ്കാപ്പിയ അങ്ങനത്തെ കുറച്ച് കോബറിന്റെ ക്രെഡിറ്റ് കാർഡൊക്കെ ബാഞ്ച് ഉണ്ടായിരുന്നു. ഇപ്പോൾ പുതിയ കസ്റ്റമേഴ്സിന് സ്കാപ്പിയൊന്നും എടുക്കുന്നില്ല. അപ്പോൾ സ്കാപ്പിയ ഞാൻ അപ്ലൈ ചെയ്യാൻ നിൽക്കണം, കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും ഇതിന്റെ ലിസ്റ്റിലേക്ക് പോകാം. ഇവരുടെ 3 കാർഡുകളിൽ ഒരെണ്ണം വരുന്നത് ഞാൻ പറഞ്ഞല്ലോ റൂപേ പ്ലാറ്റ്ഫോമിലാണ്. അതിന്റെ പേര് വരുന്നത് സിഗ്നെറ്റ് കാർഡാണ്. അതായത് ഫെഡറൽ ബാങ്ക് റൂപേ സിഗ്നെറ്റ് ക്രെഡിറ്റ് കാർഡ്. പിന്നെ വരുന്നത് ഫെഡറൽ ബാങ്കിന്റെ വിസ എംപേരിയോ ക്രെഡിറ്റ് കാർഡ്, പിന്നെ വിസ സെലസ്റ്റ ക്രെഡിറ്റ് കാർഡ്. അതാണ് നമുക്ക് 3 മെയിൻ കാറ്റഗറി ഓഫ് ക്രെഡിറ്റ് കാർഡ്സുകൾ വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിന്റെ ഓരോന്നിന്റെയും ബെനിഫിറ്റ് സംഭവങ്ങളൊക്കെ പറയാൻ നിന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത കാർഡ് എന്ന് പറയുന്നത് സെലസ്റ്റ കാർഡാണ്. സെലസ്റ്റ കാർഡും ലൈഫ് ടൈം ഫ്രീ തന്നെയാണ്. അതുപോലെ തന്നെ നമുക്ക് ആമസോൺ ഗിഫ്റ്റ് വൗച്ചർ വർത്ത് ₹600 ആസ് വെൽക്കം ഫ്രീ കിട്ടുന്നുണ്ട്. 3 റിവാർഡ് പോയിന്റ് ആണ് എവരി ₹100 സ്പെൻഡ് ആണ്. ബൈ 1 ഗെറ്റ് 1 മൂവി ടിക്കറ്റ് ഓഫർ നമുക്ക് കിട്ടുന്നുണ്ട് എവരി മന്ത്. കോംപ്ലിമെന്ററി ഡൊമസ്റ്റിക് ആൻഡ് ഇന്റർനാഷണൽ എയർപോർട്ട് ലോഞ്ചസ് നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഫോറക്സ് മാർക്കറ്റ് ചാർജ് 2% ഉള്ളൂ. അപ്പോൾ കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ള കാർഡിനായിട്ടും കുറവാണ് ഫോറക്സ് മാർക്കറ്റ് ചാർജ്. നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ വരുന്ന ഇംപേരിയോ ക്രെഡിറ്റ് കാർഡാണ്. ഇംപേരിയുടെ കാർഡ് പറയുമ്പോൾ നമുക്ക് ആമസോൺ ഗിഫ്റ്റ് വൗച്ചർ ₹400 കിട്ടുന്നുണ്ട്. 3 റിവാർഡ് പോയിന്റ് ആണ് എവരി ₹100 സ്പെൻഡ് കിട്ടുന്നുണ്ട്. ബൈ 1 ഗെറ്റ് 1 മൂവി ടിക്കറ്റ് ഓഫർ കിട്ടുന്നുണ്ട്. കോംപ്ലിമെന്ററി ഡൊമസ്റ്റിക് ലോഞ്ചസ് കിട്ടുന്നുണ്ട്. 15% ഡിസ്കൗണ്ട് ഓൺ ഡൈനിങ് കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ സിഗ്നറ്റ് കാർഡ് നിങ്ങൾക്ക് വിസയിൽ എടുക്കാം, റൂപേയിൽ എടുക്കാം. അതിന്റെ ഡീറ്റെയിൽസ് പോകുകയാണെങ്കിൽ നമുക്ക് വെൽക്കം ഫ്രീ ആയിട്ട് ₹500 വെൽക്കം ഫ്രീ കിട്ടുന്നുണ്ട്. 3 റിവാർഡ് പോയിന്റ് ആണ് എവരി ₹100 സ്പെൻഡ്. റിവാർഡ് കാറ്റഗറി ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് കേട്ടോ. പിന്നെ ബൈ 1 ഗെറ്റ് 1 മൂവി ടിക്കറ്റ് ഓഫർ നമുക്ക് പെർ ക്വാർട്ടറിൽ കിട്ടുന്നുണ്ട്. വൺസ് പെർ ക്വാർട്ടറിൽ മാത്രമല്ല കേട്ടോ നമുക്ക് ഈ സിഗ്നറ്റിൽ എന്ന് വെച്ചാൽ സിഗ്നറ്റ് എന്ന് പറയുന്നത് അത്യാവശ്യം ഇതിന് എമൗണ്ടും എന്താ പറയുക ജോയിൻ ചാർജ് ആനുവൽ ചാർജ് ഒക്കെ ഉള്ള സമയത്ത് സിഗ്നറ്റ് എന്ന് പറഞ്ഞാൽ കാർഡായിരുന്നു എൻട്രി ലെവൽ കാർഡ്. ഇപ്പൊ പിന്നെ എല്ലാം ലൈഫ് ടൈം ഫ്രീ ആണല്ലോ. പിന്നെ ഇതിലുണ്ട് പക്ഷേ ഡൊമസ്റ്റിക് ലോഞ്ചസ് നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് 15% ഡൈനിങ് ബെനിഫിറ്റ് സംഭവങ്ങളൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ റിവാർഡ് കാറ്റഗറി നോക്കി കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത കാറ്റഗറി എന്ന് പറയുമ്പോൾ മിക്കതെല്ലാം സെയിം തന്നെയാണ്, വലിയ ഡിഫറൻസ് ഒന്നുമില്ല. എല്ലാം നമുക്ക് ₹100 സ്പെൻഡ്. ഇപ്പോൾ ഞാൻ എടുത്ത് പറഞ്ഞുതരാം. സെലസ്റ്റ കാർഡാണെങ്കിൽ നമുക്ക് 3 റിവാർഡ് പോയിന്റ് ആണ് എവരി ₹100 സ്പെൻഡ് ഓൺ ഇന്റർനാഷണൽ ആൻഡ് ട്രാവൽ കാറ്റഗറിയാണ്. അതുപോലെ തന്നെ 2 റിവാർഡ് പോയിന്റ് ആണ് എവരി ₹100 സ്പെൻഡ് ഓൺ ഡൈനിങ്. പിന്നെ 1 റിവാർഡ് പോയിന്റ് ആണ് അതർ ബാക്കിയെല്ലാം ₹100 സ്പെൻഡിലും. പിന്നെ ഇപ്പോൾ ഇംപീരിയോ കാർഡ് ആകുമ്പോൾ നമുക്ക് 3 റിവാർഡ് പോയിന്റ് ആണ് എവരി ₹100 സ്പെൻഡ് ഓൺ ഗ്രോസറീസ് ആൻഡ് ഹെൽത്ത് കെയർ. പിന്നെ 2 റിവാർഡ് പോയിന്റ് ആണ് എവരി ₹100 സ്പെൻഡ് ഓൺ യൂട്ടിലിറ്റി ബില്ല്. പിന്നെ ബാക്കിയെല്ലാം സെയിം തന്നെ. 1 റിവാർഡ് പോയിന്റ് ആണ് എവരി ₹100 സ്പെൻഡ് എൽസ്വർ. പിന്നെ സിഗ്നറ്റ് കാർഡ് ആകുമ്പോൾ നമുക്ക് 3 റിവാർഡ് പോയിന്റ് ആണ് എവരി ₹100 സ്പെൻഡ് ഓൺ ഇലക്ട്രോണിക്സ് ആൻഡ് അപ്പാരൽസ്. 2 റിവാർഡ് പോയിന്റ് ആണ് എവരി ₹100 സ്പെൻഡ് ഓൺ എന്റർടൈൻമെന്റ്. ബാക്കി സെയിം തന്നെ. അപ്പോൾ ആ 3 റിവാർഡ് പോയിന്റും 2 റിവാർഡ് പോയിന്റും കാറ്റഗറിയിൽ നമുക്ക് ഈ 3 കാർഡിലും ഡിഫറൻസ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ യൂട്ടിലിറ്റി ബിൽ പേയ്മെന്റ്സിനാണ് നിങ്ങൾക്ക് റിവാർഡ് പോയിന്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കേണ്ട കാർഡ് ഇംപീരിയോ കാർഡാണ്. അതുപോലെ തന്നെ ഇലക്ട്രോണിക്സിനും അപ്പാരൽസിനും ആണ് നിങ്ങൾക്ക് റിവാർഡ് പോയിന്റ് വേണമെന്നുണ്ടെങ്കിൽ എടുക്കേണ്ടത് കാർഡ് സിഗ്നറ്റ് കാർഡാണ്. അതുപോലെ തന്നെ ഇന്റർനാഷണൽ സ്പെൻസിനും ട്രാവൽ കാറ്റഗറിയിലാണ് നിങ്ങൾക്ക് കാർഡ് ട്രാവൽ പോയിന്റ്സ് വേണമെന്നുണ്ടെങ്കിൽ അത് സെലസ്റ്റ കാർഡാണ് കേട്ടോ. അപ്പൊ ഇതാണ് ഇതിന്റെ ഡീറ്റെയിൽസും സംഭവങ്ങളൊക്കെ വരുന്നത്. അപ്പൊ അത്യാവശ്യം കുഴപ്പമില്ലാത്ത കാർഡ് തന്നെ വേണമെങ്കിൽ പറയാം. അത്യാവശ്യം നമുക്ക് ഇപ്പോൾ ഫെഡറൽ ബാങ്കിന്റെ അക്കൗണ്ട് സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് സാധനം അപ്രൂവൽ കിട്ടും. അതുപോലെ തന്നെ പ്രീ അപ്രൂവൽ ഓഫർ തന്നെ വരാറുണ്ട്. അപ്പോൾ പക്ഷെ കുറെ പേര് നമ്മൾ ചോദിക്കാനുള്ളതാണ്, നമുക്ക് ഈ ജൂപ്പിറ്റർ അക്കൗണ്ട് അതുപോലെ തന്നെ ഫീ അക്കൗണ്ടും വെച്ചാൽ നമുക്ക് പ്രീ അപ്രൂവൽ ഓഫർ വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫെഡറൽ ബാങ്കിന്റെ ഡയറക്റ്റ് ഓഫേഴ്സ് ഒന്നും വരില്ല. അതായത് അവരുടെ ഫെഡറൽ ബാങ്കിന്റെ പേഴ്സണൽ ലോണോ അതുപോലെ തന്നെ അവരുടെ ഡയറക്റ്റ് ക്രെഡിറ്റ് കാർഡ്സുകളൊന്നും ഓഫർ ഫെഡറൽ ബാങ്ക് അക്കൗണ്ട് വെച്ചിട്ട് അല്ല നമ്മുടെ ഫീ ബാങ്ക് അക്കൗണ്ടോ അല്ലെങ്കിൽ ഈ ന്യൂ ബാങ്കിങ് അക്കൗണ്ട് വെച്ചിട്ടൊന്നും വരില്ല കേട്ടോ. അത് ഓൾറെഡി അവരുടെ ഡയറക്റ്റ് അക്കൗണ്ടെങ്കിൽ മാത്രമേ വരുള്ളൂ. അല്ലാണ്ട് ഈ അക്കൗണ്ട് ത്രൂ ബേസിസിൽ നമുക്ക് വേറെ ഓഫർ സംഭവമൊന്നും വരില്ല. അത് വേറെ കാര്യം. കുറേ പേര് ചോദിക്കാറുണ്ട് ഈ സംഭവം എനിക്ക് ജൂപ്പിറ്റർ അക്കൗണ്ട് ഉണ്ട്, അപ്പോൾ അതിന്റെ ബേസിസിൽ നമുക്ക് ഫെഡറൽ ബാങ്കിന്റെ കാർഡ് ഓഫർ വരുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷേ അതിന്റെ ത്രൂ കിട്ടില്ല കേട്ടോ. അത് ഡയറക്റ്റ് ഫെഡറൽ ബാങ്കിന്റെ അക്കൗണ്ടെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. പിന്നെ അറിയായിരിക്കും നിങ്ങൾക്ക് ഇപ്പോൾ പണ്ടൊരു സെൽഫി അക്കൗണ്ട് എന്ന് പറഞ്ഞ ഒരു സീറോ ബാലൻസ് അക്കൗണ്ട് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അത് തൽക്കാലം നിർത്തി വെച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. പുതിയ സീറോ ബാലൻസ് അക്കൗണ്ട് ഒന്നും ഇല്ല ഇപ്പോൾ അവർക്ക് തൽക്കാലത്തേക്ക്. അപ്പോൾ പിന്നെ നിങ്ങൾ നോർമൽ ബേസിക് അക്കൗണ്ട് എടുത്തിട്ട് അത് കറക്റ്റായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷെ എന്നാലും കമ്പാരിറ്റീവ്ലി ബാക്കി പ്രൈവറ്റ് ബാങ്കുകൾ വെച്ച് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഫെഡറൽ ബാങ്ക് ഓഫർ തരുന്നതൊക്കെ കുറച്ച് കുറവാണ്, ഭയങ്കരമായിട്ട് ലിമിറ്റഡ് ആണ്. നിങ്ങൾക്ക് അത്യാവശ്യം സിവിൽ സ്കോറും സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. ഞാൻ നമ്മുടെ സെറ്റപ്പിന്റെ റെഫറിൽ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് ചിലപ്പോൾ കൂടുതലായിരിക്കും. ഡയറക്റ്റ് അപ്ലൈ ചെയ്യാണ്ടും കിട്ടാനുള്ള ചാൻസ് കൂടുതലായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അടുത്ത വീഡിയോ കാണാം. അതുപോലെ തന്നെ നമ്മുടെ 2 ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ അവൈലബിൾ ആണ്. പേജ് ഫോളോ അടിക്കാത്തവർ ഫോളോ അടിക്കാൻ നിങ്ങൾക്ക് അവിടെ മെസ്സേജ് ചെയ്യാൻ പറ്റും കേട്ടോ. അടുത്ത വീഡിയോ കാണാം. ബൈ.